Hi students, welcome to Manorama Horizon. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ ഡിഫറെന്റ് ലോസ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ജനറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈസ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് യു ഹാവ് സീൻ ദിസ്. നിങ്ങൾ ഫ്ലാറ്റിലും ലൈക്ക് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ജനറേറ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനാണ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്? വെനെവർ ദർ ഇസ് എ പവർ കട്ട്, അതായത് എവിടെയെങ്കിലും ഇപ്പൊ നമ്മളൊരു കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് നിൽക്കുമ്പോൾ അവിടെ ഒരു പവർ കട്ട് ഉണ്ടായാൽ ലൈക്ക് ഇറ്റ്സ് നോട്ട് ഗുഡ്, റൈറ്റ്? അത് നല്ലൊരു കാര്യമല്ല. എപ്പോഴും ഇലക്ട്രിക് കറണ്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. വെനെവർ ഒരു പവർ കട്ട് ഉണ്ടായാൽ വാട്ട് ഹാപ്പൻസ്, നമുക്കൊരു ബാറ്ററി ബാക്കപ്പ് എന്ന പോലെ വി ഹാവ് എ ബാക്കപ്പ് ഡിവൈസ് ടു ക്രിയേറ്റ് ഇലക്ട്രിസിറ്റി, ആൻഡ് ദാറ്റ് ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറേറ്റർ എന്ന് പറയുന്നത്. ജനറേറ്റർ ഈസ് എ ഡിവൈസ്, ഇറ്റ്സ് ആൻ ഇലക്ട്രിക് ഡിവൈസ് വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ജനറേറ്ററിൽ എന്ത് ടൈപ്പ് ഓഫ് എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്? വി പ്രൊവൈഡ് മെക്കാനിക്കൽ എനർജി, റൈറ്റ്? മെക്കാനിക്കൽ എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ആൻഡ് വി ഗെറ്റ് ഇലക്ട്രിക്കൽ എനർജി. ജനറേറ്റർ നോട്ട് ജസ്റ്റ് ഇൻ ഹോട്ടൽസ്, അതായത് ഹോട്ടൽസിലോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷൻസ് അങ്ങനത്തെ ഇതിനു വേണ്ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഈവൻ ഇൻ പവർ പ്ലാന്റ് ഓൾസോ, പവർ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ആൻഡ് വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ഡിഫറെന്റ് പവർ പ്ലാന്റ്സ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഉണ്ട്, തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്. അവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് മീൻസ് ഇലക്ട്രിക് കറന്റ് ജനറേഷൻ ഓർ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഈസ് ത്രൂ ജനറേറ്റേഴ്സ്. ഓക്കെ, ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇറ്റ് ഈസ് ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി. ഇൻപുട്ട് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജിയാണ് ആൻഡ് വി ഗെറ്റ് ഇലക്ട്രിക്കൽ എനർജി ആസ് ഔട്ട്പുട്ട്. രണ്ട് ടൈപ്പ് ആയിട്ടാണ് ജനറേറ്ററിനെ നമ്മൾ നോർമലി ക്ലാസിഫൈ ചെയ്യുന്നത് ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് എന്ത് ടൈപ്പ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഇലക്ട്രിക് ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്, അത് വെച്ചിട്ട് നമ്മൾ രണ്ട് ടൈപ്പിൽ നമ്മൾ ജനറേറ്റേഴ്സിനെ മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എ സി ജനറേറ്റർ ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. എ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്, റൈറ്റ്? ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേറ്റേഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ഓൾട്ടർനേറ്റിംഗ് കറന്റിനെയാണ് നമ്മൾ എ സി ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഒബിയസ്ലി എ സി ജനറേറ്റർ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാം, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വിൽ ബി നത്തിങ് ബട്ട് ഡി സി ജനറേറ്റേഴ്സ്, അതായത് ഡയറക്റ്റ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സിനെയാണ് നമ്മൾ ഡി സി ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കറന്റ്, ലൈക്ക് നമുക്ക് വീട്ടിൽ കിട്ടുന്ന കറന്റ് എന്ത് ടൈപ്പ് കറന്റ് ആണ്? എ സി കറന്റ്, ലൈക്ക് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ് നമുക്ക് വീടുകളിൽ കിട്ടുന്നത്. ലൈക്ക് പവർ പ്ലാന്റ് അല്ലെങ്കിൽ പവർ സ്റ്റേഷനിൽ നമുക്ക് വരുന്നത് എ സി ജനറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റ് ആണ് നമുക്ക് ഹൗസിലും എല്ലാവിടെയും കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ജനറേറ്റർ. ഇതിനകത്ത് നിങ്ങൾക്ക് ഡിഫറെന്റ് പാർട്സ് ഓഫ് ജനറേറ്റർ കാണാൻ പറ്റും. മെയിൻ പാർട്സ്, അതായത് മെയിൻ ഇമ്പോർട്ടന്റ് പാർട്സ് ഓഫ് എ ജനറേറ്റർ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫീൽഡ് മാഗ്നറ്റ്. രണ്ട് മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, two magnets are there having north and south pole. And then we have another thing called as armature. Armature എന്ന് പറയുന്നത് ഒരു കോയിൽ പോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. That is known as armature. And then രണ്ട് rings, you can see two rings. Okay, those rings are called as slip rings. Slip rings എന്ന് പറയുന്ന രണ്ട് rings ഉണ്ട് and ആ slip ringsൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് we can see two brushes. Okay, these are the main parts of a generator. ആൻഡ് ഇവിടെ കാണിച്ചേക്കുന്ന ഈ ജനറേറ്റർ വന്നിട്ട് ദിസ് ഈസ് എൻ എ സി ജനറേറ്റർ, ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേറ്റർ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എൻ എ സി ജനറേറ്റർ ആണ്. പാർട്സ് ഓഫ് എ ജനറേറ്റർ, നമ്മൾ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ നമ്മൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ജനറേറ്റർ കണ്ടു. ഫസ്റ്റ് പാർട്ട് വാസ് ഫീൽഡ് മാഗ്നറ്റ്. ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ മാഗ്നറ്റ് ദാറ്റ് ക്രിയേറ്റ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്, റൈറ്റ്? ഒരു മാഗ്നറ്റ് ഉണ്ട് വിച്ച് ആർ ഹാവിംഗ് എ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ആ മാഗ്നറ്റ് ആണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. And then we have a device or we have a part called armature. Armature എന്ന് പറയുന്നത് എന്താണ്? ഒരു കോയിൽ ഷേപ്പിലുള്ള നമ്മളൊരു പാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു and that is called as armature. Armature is nothing but it's an insulated conducting wire wound on a soft iron core. ഒരു സോഫ്റ്റ് അയൺ കോറിൽ വൗണ്ട് ചെയ്തേക്കുന്ന ഒരു ഇൻസുലേറ്റിംഗ് കണ്ടക്ടിങ് വയർ ആണ്, ഇൻസുലേറ്റഡ് കണ്ടക്ടിംഗ് വയർ ആണ് ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത്. ആ ആർമേച്ചർ കോയിൽ ക്യാൻ ബി റൊട്ടേറ്റഡ് എലോങ് ആൻ ആക്സിസ്. ഒരു പർട്ടിക്കുലർ ആക്സിസിൽ നമുക്ക് ആർമേച്ചർ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത തേർഡ് പാർട്ടാണ് സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത്. സ്ലിപ്പ് റിംഗ് എന്താണ്? സ്ലിപ്പ് റിംഗ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ആർമേച്ചർ. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഈ ആർമേച്ചർ കോയിൽസിന്റെ രണ്ട് എൻഡും ഓരോ സ്ലിപ്പ് റിംഗിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്.
Okay, so slip rings are attached to the armature and slip rings rotate along with the armature. Armature axis in the കൂടെ തന്നെ slip rings rotate ചെയ്യും. And then we have another part called as brush. So രണ്ട് brushes are there which are connected to ഓരോ slip rings നും connect ചെയ്ത് വെച്ചേക്കുന്ന രണ്ട് brushes ഉണ്ട്. They are always in contact with the slip rings and current flows to the external circuit through them. So ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറന്റ് ഓർ ഇലക്ട്രിക്കൽ എനർജി എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് പോകുന്നത് ത്രൂ ദ ബ്രഷസ് ആണ്. ഓക്കെ, സോ ഹൗ ഡു ജനറേറ്റേഴ്സ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി? എങ്ങനെയാണ് ഒരു AC ജനറേറ്റർ നമുക്ക് ഇലക്ട്രിക് കറന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായി ലൈക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾക്കറിയാം. വാട്ട് ഡസ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സേസ്? വെനെവർ വി ആർ ലൈക്ക് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഓർ മെറ്റൽ കണ്ടക്ടർ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ and if the magnetic field lines are cut by the conductor, ഒരു electric current will be induced and EMF is induced, right? And ഇപ്പോ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ we can generate current, right? So നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, we have learned a term called as induced EMF and induced current. So Faraday's law of electromagnetic induction പറയുന്നത് എന്താ? we can induce an EMF whenever there is a change in the magnetic flux or the change. അതായത് എന്താണ് ബേസിക്കലി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നമ്മളൊരു കണ്ടക്ടിങ് വയർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാന്ന് പറയുന്നത് there is a change in magnetic flux. Okay, so magnetic fluxil ഒരു ചേഞ്ച് വന്നാൽ we can induce an EMF or an EMF is induced, so that is called as induced EMF. And if the circuit is closed, we can generate current from the circuit called as induced current. Okay, so that is Faraday. So basic working principle of a generator എന്ന് പറയുന്നത് Faraday's law of electromagnetic induction തന്നെയാണ്. So here നമ്മൾ initially പറഞ്ഞു in generators what type of input energy, എന്ത് type input energy ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? We are providing mechanical energy, right? നമ്മൾ മെക്കാനിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? We are getting electrical energy as the output. Okay, so നമ്മൾ പറഞ്ഞു like we have a magnet, we have a field magnet and അതിനിടയിൽ നമ്മളൊരു ആർമേച്ചർ കോയിൽ is there. ആർമേച്ചർ കോയിൽ എന്ന് പറയുന്ന ഒരു കണ്ടക്ടിങ് വയർ ആണ്. സോ ഈ ആർമേച്ചർ കോയിലിനെ നമ്മളൊരു പർട്ടിക്കുലർ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫീൽഡ് ലൈൻസ് are there from north to south pole, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഈ ആർമേച്ചർ കോയിൽസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കട്ട് ചെയ്യും. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ചേഞ്ചിങ് ദർ, റൈറ്റ്? അങ്ങനെ വരുമ്പോൾ ആ ആർമേച്ചർ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും ആൻഡ് ദാറ്റ് EMF ആണ് നമ്മൾ കറന്റ് ആയിട്ട് നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കിട്ടുന്നത്, എക്സ്റ്റേണൽ ക്ലോസ്ഡ് സർക്യൂട്ടിൽ കിട്ടുന്നത്. സോ ഇതിന്റെ ലൈക്ക് വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് നമുക്ക് AC കറന്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നതെന്ന് നോക്കാം. സോ ഹൗ ഡു ജനറേറ്റേഴ്സ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി? സോ ഇത് കുറച്ചും കൂടി ഇതൊരു ലൈക്ക് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ജനറേറ്റർ ഹാവിംഗ് 2 ഫീൽഡ് മാഗ്നറ്റ്സ്. നിങ്ങൾക്ക് ഇവിടെ 2 ഫീൽഡ് മാഗ്നറ്റ്സ് കാണാൻ പറ്റും, നോർത്ത് പോൾ വിത്ത് ആൻഡ് സൗത്ത് പോൾ. സോ ഒബ്വിയസ്ലി ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം, ഫ്രം നോർത്ത് ടു സൗത്ത് ആയിരിക്കും. like magnetic field lines will be traveling from north to south pole, അല്ലേ? ആൻഡ് നമുക്കൊരു ആർമേച്ചർ കോയിൽ ഉണ്ട്, ABCD എന്ന് പറയുന്ന ഒരു ആർമേച്ചർ കോയിൽ is there. ABCD ആർമേച്ചർ കോയിലാണ്. ആൻഡ് ദെൻ ഈ ആർമേച്ചർ കോയിലിന്റെ രണ്ട് എൻഡും we have connected it to a slip ring. Okay, so slip ring R1 and slip ring R2 നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സ്ലിപ്പ് റിംഗ് ആയിട്ട് നമ്മൾ 2 ബ്രഷസിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. R1ന് B1 എന്ന് പറയുന്ന ബ്രഷ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സിമിലർലി R2 എന്ന് പറയുന്ന സ്ലിപ്പ് റിംഗിൽ നമ്മൾ B2 എന്ന് പറയുന്ന ബ്രഷ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ബ്രഷിലൂടെയാണ് നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിലോട്ട് കറണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ലെറ്റ് us assume that you can see the axis. ഓക്കെ, നിങ്ങൾക്കൊരു ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് കാണാം വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് കാണാം. ആൻഡ് അസ്യൂമിങ് ദാറ്റ് ഈ ആക്സിസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ഡയറക്ഷൻ, അതായത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട് വിച്ച് ഈസ് നോൺ ആസ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് യൂസിങ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അല്ലേ? സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഹോൾഡ് നമ്മുടെ 3 ഫിംഗേഴ്സ്, തമ്പ്, ഫോർഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ, വി ഹാവ് ടു ഹോൾഡ് ഇറ്റ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അല്ലേ? പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തമ്പ് വിൽ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിന്റെ മോഷന്റെ ഡയറക്ഷൻ തമ്പും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വിൽ ബി ഷോൺ ബൈ ദ ഫോർഫിംഗർ.
and the third finger or the middle finger will represent the direction of induced EMF. Okay, induced current in the direction എന്താണോ അത് നമുക്ക് third finger ൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. That is what is Fleming's right hand rule is telling. So ഇവിടെ നമ്മൾ let us assume that നമ്മൾ assume ചെയ്യാണ് ആർമേച്ചർ കോയിൽ ABCD എന്ന് പറയുന്ന ആർമേച്ചർ കോയിൽ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. സോ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വിച്ച് മീൻസ് ദാറ്റ് AB എന്ന് പറയുന്ന സൈഡിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ടുവേർഡ്സ് ലൈക്ക് അപ്വേർഡ് ആയിരിക്കും അല്ലേ? ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ഫ്രം ദി ലെഫ്റ്റ് ടു റൈറ്റ്, നോർത്ത് പോൾ ടു സൗത്ത് പോൾ, ഇറ്റ് ഈസ് മൂവിങ് ഫ്രം ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ്. ഓക്കെ, സോ രണ്ട് ഡയറക്ഷൻ നിങ്ങൾക്കറിയാം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻഡ്യൂസ്ഡ് കറന്റ്. സോ ABയിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ നിങ്ങൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈക്ക് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ഈസ് ടുവേർഡ്സ് ദി അപ്പർ സൈഡ്, സോ തമ്പ് റെപ്രസെന്റ് ദ മോഷൻ, സോ തമ്പ് ഈസ് പോയിന്റിങ് അപ്വേർഡ്സ്. ആൻഡ് ദെൻ ഫോർ ഫിംഗർ ഏത് ഡയറക്ഷനിലായിരിക്കണം? ഫോർ ഫിംഗറിന്റെ ഡയറക്ഷൻ ആണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് ആണ്. സോ ലൈക്ക് ദി ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ് and the third finger indicates the direction of induced EMF. So ഇത് നമ്മൾ നോക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ I can understand that AB എന്ന് പറയുന്ന ആർമേച്ചർ കോയിലിന്റെ പാർട്ടിൽ കറന്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഇൻസൈഡ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ഇൻസൈഡ് ദ പ്ലെയിൻ, അതായത് A to B ആണ് കറന്റിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, ഓൺ ദ സെയിം കേസ് നമ്മൾ CD ആർമേച്ചർ കോയിലിന്റെ CD എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ നോക്കിയാൽ അവിടെയും നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ CD will be moving downwards. ഓക്കെ, സോ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? കറന്റ് ഫ്ലോസ് ഫ്രം C to D, റൈറ്റ്? അവിടെ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം C to D. സോ നമ്മൾ ഔട്ട്പുട്ട് ലൈക്ക് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഫ്രം C to D, റൈറ്റ്? സോ ദ കറന്റ് ഈസ് ജനറേറ്റിംഗ് ഫ്രം A B. കറന്റ് പോകുന്ന ഡയറക്ഷൻ ഏതാണ്? A B C D. ആൻഡ് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് നോക്കിയാൽ C to D, ഡിയിൽ നിന്നും നേരെ അത് B2 എന്ന് പറയുന്ന ബ്രഷ് അല്ലെങ്കിൽ R2 എന്ന് പറയുന്ന സ്ലിപ്പ് റിംഗിൽ വരുന്നുണ്ട്. ആൻഡ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറന്റിന്റെ ഡയറക്ഷൻ ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് B2 to B1 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൺ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് റൊട്ടേഷൻ, അതായത് A 180 ഡിഗ്രി കറങ്ങി വരുന്ന ആ ഒരു ടൈമിലുള്ള റൊട്ടേഷൻ ആണ് ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ. സോ ആ ഫസ്റ്റ് ഹാഫിൽ എക്സ്റ്റേണൽ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് B2 to B1 ആണ്. നമ്മൾ ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് റൊട്ടേഷൻ, അതായത് സെക്കൻഡ് ഹാഫ് റൊട്ടേഷനിൽ സംഭവിക്കുന്ന എന്താ? ഈ പൊസിഷൻസ് ഇന്റർചേഞ്ച് ആവും. സോ C to D നോർത്ത് പോളിന്റെ സൈഡിൽ വരും ആൻഡ് AB എന്ന് പറയുന്ന സൈഡ് വിൽ ബി സൗത്ത് പോളിന്റെ ഡയറക്ഷനിലായിരിക്കും. സോ എന്നിട്ട് നമ്മൾ വീണ്ടും എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറന്റിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയിട്ടുണ്ട് എന്നുള്ളത്. കാരണം എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറന്റിന്റെ ഡയറക്ഷൻ വിൽ ബി ഫ്രം B1 to B2 ഓൺ ദി സെക്കൻഡ് ഹാഫ്. സോ ഇതിൽ നിന്ന് എന്ത് വ്യക്തമാണ്? ഫസ്റ്റ് ഹാഫ് ഓഫ് റൊട്ടേഷനിൽ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ B2 to B1 ആയിരുന്നു കറന്റ് എങ്കിൽ സെക്കൻഡ് ഹാഫ് ഓഫ് റൊട്ടേഷനിൽ CD കംസ് ഇൻ ദ പ്ലേസ് ഓഫ് AB നിൽക്കേണ്ടടുത്ത് ഈ ആർമേച്ചർ കോയിൽ കറങ്ങിയിട്ട് ലൈക്ക് 180 ഡിഗ്രി കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? CD വിൽ കം ഹിയർ, റൈറ്റ്? CD എന്ന് പറയുന്ന ആ പോർഷൻ നോർത്ത് പോളിന്റെ സൈഡിൽ വരും ആൻഡ് AB എന്ന് പറയുന്ന പോർഷൻ വിൽ ഗോ ടുവേർഡ്സ് ദ സൗത്ത് പോൾ. ആൻഡ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കറന്റിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം B1 to B2 external circuit. So it means that ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയും തോറും കറന്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൈ വി ആർ ഗെറ്റിംഗ് എന്ത്? ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഹാഫ് റൊട്ടേഷനിലും കറന്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. സോ വി ആർ ഗെറ്റിംഗ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഓൺ എവറി ഡിഫറെന്റ് ഹാഫ്. ഓരോ ഹാഫിലും നമുക്ക് ഡയറക്ഷൻ മാറി വരുന്ന കറന്റ് ആണ് നമുക്ക് ഇൻഡ്യൂസ് ആവുന്നത്. ആൻഡ് അങ്ങനെയാണ് AC ജനറേറ്റേഴ്സ് AC കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഓൾട്ടർനേറ്റിംഗ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഓൾട്ടർനേറ്റിംഗ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ലൈക്ക് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ എന്താണ്? സ്ലിപ്പ് റിംഗ്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ വെരി ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിയാൽ ലൈക്ക് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കറന്റിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ റൊട്ടേഷൻ വിൽ ബി ഫ്രം ലെറ്റ് us say ഇതാണ് ഫസ്റ്റ് ഹാഫ് റൊട്ടേഷൻ. നമുക്ക് നെയിം ചെയ്യാം ABC എന്ന് പറഞ്ഞ് നെയിം ചെയ്താൽ ഈ ഫസ്റ്റ് 180 ഡിഗ്രി റൊട്ടേഷൻ ആണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഹാഫ്. സോ ഇവിടെ കറന്റിന്റെ ഡയറക്ഷൻ ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറന്റിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം ബ്രഷ് 2 to ബ്രഷ് 1. ഓക്കെ, സോ അതുകൊണ്ട് വി ഗെറ്റ് എ പോസിറ്റീവ് സൈക്കിൾ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഹാഫ്, അത് 180 ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മുടെ ആർമേച്ചർ കോയിൽസ് പൊസിഷൻ മാറിയതിനു ശേഷമുള്ള സെക്കൻഡ് ഹാഫ് റൊട്ടേഷനിൽ നമുക്ക് കറന്റിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആവുമെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറന്റിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം B1 to B2. ഓക്കെ,
സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് എൻ എ സി ജനറേറ്റർ. സോ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ത്, എ സി ജനറേറ്റേഴ്സ് ആർ ക്രിയേറ്റിംഗ് ഹൗ എ സി കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെയാണ് ഒരു ജനറേറ്ററിൽ നിന്ന് ക്രിയേറ്റ് ആയത് അല്ലെങ്കിൽ ജനറേറ്റ് ആയത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എന്താണ് എ സി ജനറേറ്റർ എങ്ങനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സോ സംടൈംസ് നമുക്ക് എപ്പോഴും എ സി ജനറേറ്ററിന്റെ ആവശ്യം വരില്ല. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഡി സി കറണ്ടിന്റെ ആവശ്യം വരാറുണ്ട്. ഓക്കെ, സോ ഡി സി കറണ്ട് എന്താണെന്ന് അറിയാം, നിങ്ങൾക്കറിയാം ഡി സി കറണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ആണ്. സോ ഒറ്റ ഡയറക്ഷൻ, അതായത് ഒരു സിംഗിൾ ഡയറക്ഷനേ ഉണ്ടാവുള്ളൂ ഡി സി കറണ്ടിന്. സോ ഡി സി കറണ്ട് നമുക്കൊരു ജനറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ക്യാൻ വി ജനറേറ്റ് ഡി സി കറണ്ട് ഇൻ എ ജനറേറ്റർ? ഒരു ജനറേറ്ററിൽ നമുക്ക് ഡി സി കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ് വി ക്യാൻ. ഹൗ, എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും? സോ സെയിം ലൈക്ക് നമ്മൾ സെയിം കമ്പോണൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡി സി കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ദർ ഷുഡ് ബി സം ഡിഫറൻസ്, റൈറ്റ്? എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിലേ, അതായത് നമ്മുടെ ജനറേറ്ററിന്റെ സ്ട്രക്ചറിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുത്തിയാൽ മേ ബി നമുക്ക് എന്ത് ഡി സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ്? സോ ഇതാണ് ഡി സി ജനറേറ്ററിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ എ സി ജനറേറ്ററിന്റെ മെയിൻ പാർട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റ്സ് ആർ ദയർ, ഫീൽഡ് മാഗ്നറ്റ്സ് ആർ ദയർ, റൈറ്റ്? പിന്നെ നമ്മൾ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ആർമേച്ചർ കോയിലാണ്, ആർമേച്ചർ കോയിൽ. ദെൻ ദ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എ സി ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ തേർഡ് പാർട്ട് പറഞ്ഞത് എന്താണ്? വി സോ എ പാർട്ട് കോൾഡ് സ്ലിപ്പ് റിംഗ്സ്. ആൻഡ് ദ ഫോർത്ത് പാർട്ട് നമ്മൾ ബ്രഷസ് ആർ ദയർ, റൈറ്റ്? ത്രൂ വിച്ച് എക്സ്റ്റേണൽ കറണ്ട്, നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് എ സി ജനറേറ്റർ. സോ ഇതിനകത്ത് ഇപ്പോൾ ഡിഫറൻസ് വരുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടിട്ട് ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? വാട്ട് കൈൻഡ് ഓഫ് ഡിഫറൻസ് ഡു യു ഫീൽ? ഇവിടെ നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ലൈക്ക് ഫീൽഡ് മാഗ്നറ്റ്സ് ഉണ്ട് ഹാവിങ് എ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. ഓക്കെ, ആർമേച്ചർ കോയിൽ ഇസ് ദർ, ABCD എന്ന് പറയുന്ന ആർമേച്ചർ കോയിലും ഈസ് പ്രസന്റ്. ദെൻ ഈ റിംഗിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, റിംഗിന്റെ സ്ട്രക്ചറിലാണ് ഡിഫറൻസ് വന്നേക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഒരു ഫുൾ സർക്കുലർ റിംഗ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ 2 ഹെമിസ്ഫെറിക്കൽ അല്ലെങ്കിൽ ഹാഫ് സർക്കിൾ ഉള്ള റിംഗ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് സ്ലിപ്പ് റിംഗിന് പകരം നമ്മൾ ഉപയോഗിച്ചേക്കുന്നതാണ് സ്പ്ലിറ്റ് റിംഗ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് റിംഗ്സ്, അതായത് ഒരു സർക്കിളിനെ നമ്മൾ ഹാഫ് ആക്കിയിട്ട് അതാണ് നമ്മൾ റിംഗ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ എൻ ഐ സി ജനറേറ്റർ ആൻഡ് എ ഡി സി ജനറേറ്റർ. മെയിൻ ഡിഫറൻസ്, അതായത് സ്ലിപ്പ് റിംഗ്സിന് പകരം നമ്മളിപ്പോൾ സ്പ്ലിറ്റ് റിംഗ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വി ക്യാൻ ജനറേറ്റ് ഡി സി കറണ്ട്, നമുക്ക് ഡയറക്റ്റ് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് എ ജനറേറ്റർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഡി സി ജനറേറ്ററിൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വാട്ട് വിൽ ബി ദ വർക്കിംഗ് ഓഫ് എ ഡി സി ജനറേറ്റർ? സോ നമുക്കറിയാം, ലൈക്ക് ഇവിടെ 2 ഫീൽഡ് മാഗ്നറ്റ്സ് ഉണ്ട്. സോ നോർത്ത് ടു സൗത്ത് പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രസന്റ് ആയിരിക്കും, അല്ലേ? ആൻഡ് ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ആർമേച്ചറിന്റെ ആക്സിസ് ഉള്ളത്. ആൻഡ് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പോലെ തന്നെ ലെറ്റസ് അസ്യൂം ആർമേച്ചർ കോയിൽ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ എങ്ങനെ ഇവിടെയും സെയിം പ്രൊസീജിയർ ആണ്. നമ്മൾ എങ്ങനെയാണോ എ സി ജനറേറ്ററിൽ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്, അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ഓഫ് റൊട്ടേഷൻ നമുക്ക് അസ്യൂം ചെയ്യാം A to B. സോ AB എന്ന് പറയുന്ന ആർമേച്ചർ കോയിലിന്റെ പോർഷൻ ഈസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, അല്ലേ? കാരണം എന്താ? ആർമേച്ചർ കോയിൽ ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ AB എന്ന് പറയുന്ന പാർട്ട് ഈസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡ്. ആൻഡ് നമുക്ക് ഇൻഡ്യൂസ് DMFന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് റൂൾ യൂസ് ചെയ്യും? നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിന്റെ സഹായം തേടും, അല്ലേ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. സോ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് AB എന്ന് പറയുന്ന പോർഷനിലെ ഡയറക്ഷൻ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ഡയറക്ഷനിലാണ്? ഡയറക്ഷൻ A to B തന്നെയാണ്. ലൈക്ക് സിമിലർ കേസ് ആസ് ഇൻ ദ എ സി ജനറേറ്റർ, A to B ആണ് AB എന്ന് പറയുന്ന പോർഷനിലെ ഡയറക്ഷൻ. ആൻഡ് C to D നമ്മൾ നോക്കിയാൽ CD എന്ന് പറയുന്ന പോർഷൻ ഈസ് മൂവിങ് ഡൗൺവേർഡ്, റൈറ്റ്? കാരണം ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. സോ CD എന്ന് പറയുന്ന പോർഷൻ ഡൗൺവേർഡ് ആണ്. സോ അവിടെ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? തമ്പ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ, magnetic field, forefinger shows the direction of magnetic field and the third finger, middle finger gives the direction of induced EMF, അല്ലേ? അപ്പൊ അവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഫ്രം C to D.
സോ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് ജനറേറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ABCD എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് കറണ്ട് ട്രാവൽ ചെയ്യുന്നത്. സോ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ABCDയിൽ ട്രാവൽ ചെയ്യുന്ന കറണ്ട് വിൽ റീച്ച് R2 എന്ന് പറയുന്ന സ്പ്ലിറ്റ് റിംഗ് എത്തും. ആൻഡ് ദെൻ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ദ കറണ്ട് വിൽ ബി ഫ്രം B2 ടു B1 അല്ലേ? ബ്രഷ് നമ്പർ 2 നിന്നും കറണ്ട് പാസ് ചെയ്തിട്ട് ബ്രഷ് നമ്പർ B1 ചെല്ലും. സോ ദാറ്റ് ഈസ് ദ സർക്യൂട്ട്. ഇനി സെക്കൻഡ് ഹാഫ് റൊട്ടേഷൻ എന്താ സംഭവിക്കുന്നത്? CDന്റെയും ABന്റെയും പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും, പൊസിഷൻസ് മാറും. സോ CD വിൽ കം ടുവേർഡ്സ് ദ നോർത്ത് പോൾ. നോർത്ത് പോളിന്റെ സൈഡിൽ CD വരും. ആൻഡ് ആർമേച്ചറിന്റെ AB എന്ന് പറയുന്ന പോർഷൻ എവിടെ വരും? സൗത്ത് പോളിന്റെ സൈഡിൽ വരും AB എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ വീണ്ടും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇവിടെ റിവേഴ്സ് ആയിട്ടുണ്ട്. CD വരുമ്പോൾ ആക്ച്വലി എന്താണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് വിൽ ബി ഫ്രം C to D, അതായത് താഴോട്ടായിരിക്കും. ആൻഡ് A to Bയിൽ ഡയറക്ഷൻ വിൽ ബി ഫ്രം A to B ഓൺലി, ലൈക്ക് മുകളിലോട്ടായിരിക്കും. സോ ഇവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഓബിയസ്ലി നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കിയാൽ റിവേഴ്സ് ചെയ്യും. പക്ഷെ ഇവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് എങ്ങനെ, എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമുക്ക് എങ്ങനെ കറണ്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ. സോ ഇവിടെ സംഭവിക്കുന്നത് വെന്നെവർ ഈ സെക്കൻഡ് ഹാഫ് ഓഫ് റൊട്ടേഷനിൽ പോകാൻ നേരത്ത് ഈ ബ്രഷസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കണ്ടാൽ മനസ്സിലാവും. R2 എന്ന് പറയുന്ന റിംഗ് ഈസ് അറ്റാച്ച് ടു ബ്രഷ് B2, റൈറ്റ്? സോ ഈ ബ്രഷസ് അവിടെ തന്നെ നിൽക്കും. സോ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ R2 ഈസ് അറ്റാച്ച് ടു CD എന്ന് പറയുന്ന പോർഷൻ ആയിട്ടാണ് R2 അറ്റാച്ച് ചെയ്തേക്കുന്നത്. സോ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ R2 വിൽ ബി അറ്റാച്ച് ടു B2 ഓൺലി. ഈ ബ്രഷസും കൂടെ തന്നെ ഉണ്ടാവും. സോ ബ്രഷസ് റിമെയിൻസ് ദെയർ, ബ്രഷസ് അവിടെ തന്നെ, B1 എന്ന് പറയുന്ന ബ്രഷ് അവിടെ തന്നെ നിൽക്കും. സോ സെക്കൻഡ് ഹാഫ് ഓഫ് റൊട്ടേഷനിൽ ദിസ് R2 വിൽ ബി അറ്റാച്ച് ടു B1 ആൻഡ് ദിസ് R1 എന്ന് പറയുന്ന സ്പ്ലിറ്റ് റിംഗ് വിൽ ബി അറ്റാച്ച് ടു B2. സോ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ലൈക്ക് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് ഓഫ് റൊട്ടേഷനിൽ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയാലും എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ടിന്റെ ഡയറക്ഷൻ വിൽ ബി ഫ്രം B2 ടു B1 ഓൺലി. കറണ്ടിന്റെ ഡയറക്ഷൻ, അതായത് ബ്രഷസിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന എപ്പോഴും ബ്രഷിൽ നിന്നാണ്. സോ ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓൾസോ നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ ബ്രഷ് B2 ടു B1 നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി ആർ ക്രിയേറ്റിംഗ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റ് കറണ്ട് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത്. എങ്ങനെ? ലൈക്ക് ബ്രഷസിന്റെ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യത്തില്ല, ബ്രഷസ് വിൽ റിമെയിൻ ദെയർ ആൻഡ് റിംഗ്സിന്റെ പൊസിഷൻസ് ഇന്റർചേഞ്ച് ആവും. സോ ഔട്ട്പുട്ടിൽ വരുമ്പോൾ B2 ടു B1 തന്നെ ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. സോ അതിനാണ് നമ്മൾ സ്പ്ലിറ്റ് റിംഗ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ സ്ലിപ്പ് റിംഗ്സിലാണെങ്കിൽ ഒരു സ്ലിപ്പ് റിംഗിൽ ഒരു ബ്രഷ് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. സോ വേറെവർ ആ സ്ലിപ്പ് റിംഗ് എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അവിടെയൊക്കെ ബ്രഷ് നീങ്ങേണ്ടി വരും. സോ സ്പ്ലിറ്റ് റിംഗ്സ് ആകുമ്പോൾ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ബ്രഷസ് ഈസ് പോസിബിൾ. അങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ട് നമ്മൾക്ക് ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ ഏത് ഡയറക്ഷനിലായിരുന്നു ഔട്ട്പുട്ട്? B2 ടു B1 തന്നെയായിരുന്നു. സോ സെക്കൻഡ് ഹാഫ് റൊട്ടേഷനിൽ ഔട്ട്പുട്ട് നമ്മൾ കിട്ടുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടിലെ കറണ്ടിന്റെ ഡയറക്ഷൻ B2 ടു B1 തന്നെയാണ് എങ്കിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഡയറക്റ്റ് കറണ്ട്, അതായത് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാത്ത കറണ്ടിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യും? ആ പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന DC ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ നമുക്ക് B2 ടു B1 നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ കറണ്ട് കിട്ടി. ഓക്കെ, സോ ഇൻ ദ സെക്കൻഡ് ഹാഫ് റൊട്ടേഷനിൽ നമ്മൾ വീണ്ടും B2 ടു B1 ആണ് നമ്മുടെ എക്സ്റ്റേണൽ കറണ്ട് പാസ് ചെയ്യുന്നത്. സോ എഗെയിൻ നമുക്ക് അതേ ഡയറക്ഷനിൽ തന്നെ കറണ്ട് കിട്ടും. ആൻഡ് ഈവൻ തേർഡ് ഹാഫ് പോകുമ്പോഴും ഡയറക്ഷൻ ഓഫ് നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കിട്ടുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നില്ല. എഗെയിൻ B2 ടു B1 തന്നെ ആയിരിക്കും എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് വീണ്ടും ലൈക്ക് വി ഗെറ്റ് ദ സെയിം ഡയറക്ഷനിലുള്ള കറണ്ട് കിട്ടും. സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് ഫോം. നമുക്ക് DC ജനറേറ്റർ എന്നുള്ള ഔട്ട്പുട്ട് കറണ്ടിന്റെ ഫോം എന്ന് പറയുന്നത്, ഗ്രാഫിക്കൽ ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഫോം ആയിരിക്കും. ഇറ്റ്സ് നോർമൽ. ഇപ്പൊ ബാറ്ററി നിന്നൊക്കെ കിട്ടുന്ന ഡയറക്റ്റ് കറണ്ടിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇറ്റ് ഈസ് പ്യൂർലി സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ നമുക്ക് ജനറേറ്ററിന് പ്യൂർലി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. ഇൻസ്റ്റഡ് നമുക്ക് എങ്ങനത്തെ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്? യു വിൽ ഗെറ്റ് ഫസ്റ്റ്, കാരണം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് റൊട്ടേഷനിൽ കറണ്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് ഫ്രം B2 ടു B1 ആണ് അല്ലേ? സെക്കൻഡ് ഹാഫിലും B2 ടു B1 തന്നെയാണ് കറണ്ട്. സോ ഇറ്റ് വിൽ ബി സിമിലർ. സോ ദിസ് ഈസ് ദി ഔട്ട്പുട്ട് ഫോം ഓഫ് എ DC ജനറേറ്റർ. ഓക്കെ, ആൻഡ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വേരി ചെയ്യുന്നത്? ഫ്രം 0
കറണ്ട് സീറോ, അതായത് നോ കറണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. സ്ലോലി കറണ്ട് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാക്സിമം കറണ്ട് എത്തുന്നുണ്ട്. സോ അതിന്റെ റീസൺ എന്താ? നമ്മൾ ഫാരഡേസ് ലോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനനുസരിച്ചാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ വെനെവർ ലാർജ് നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ കട്ട് ചെയ്താൽ ആ ടൈമിൽ കൂടുതൽ കറണ്ട് വിൽ ബി ഇൻഡ്യൂസിങ്. സോ ആർമേച്ചർ കോയിൽസ് റൊട്ടേറ്റ് ചെയ്യുന്തോറും ആ ആർമേച്ചർ കോയിൽസ് കട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടി വരും. സോ 90 ഡിഗ്രിയിലാവുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസിനെ ആർമേച്ചർ കോയിൽ വിൽ കട്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മാക്സിമം കറണ്ട് ജനറേറ്റ് ആവുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വേരിയേഷൻ, ലൈക്ക് കറണ്ട് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം സീറോ ഇൻക്രീസിങ് ആൻഡ് ഒരു പർട്ടിക്കുലർ പോയിന്റ് അറ്റ് 90 ഡിഗ്രി ആർമേച്ചർ കോയിലും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ 90 ഡിഗ്രി ആവുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കട്ട്. മാക്സിമം നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിനെ ആർമേച്ചർ കോയിൽ കട്ട് ചെയ്യും. സോ ആ ടൈമിൽ ദ കറണ്ട് ഇൻഡ്യൂസ് വിൽ ബി മാക്സിമം. ദെൻ അഗെയിൻ അത് വീണ്ടും കുറഞ്ഞു വരും. സോ 180 ആവുമ്പോൾ സീറോ ലൈൻസ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ദേ വിൽ ബി ഡയറക്ട്ലി പാസിംഗ് ഇൻസൈഡ് ദ ആർമേച്ചർ കോയിൽ. അങ്ങനെ വരുമ്പോൾ കറണ്ട് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ആവുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ കറണ്ടിന്റെ വാല്യൂ ഫ്രം സീറോ ടു മാക്സിമം ആയി മാറുന്നതും ആൻഡ് ദെൻ മാക്സിമത്തിൽ നിന്ന് തിരിച്ച് സീറോയിലോട്ട് വരുന്നതും. ഓക്കെ, സോ ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ നമ്മൾ ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന DC കറണ്ട്, അതായത് DC ജനറേറ്ററിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന DC കറണ്ടിന്റെ ഡയറക്റ്റ് കറണ്ടിന്റെ ഔട്ട്പുട്ട് ഫോം വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ എന്താണ് ഡിഫറൻസ്? ആ AC ജനറേറ്ററായിട്ട് നമ്മൾ AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സ് ആവുന്നില്ല. ആക്ച്വലി ഡയറക്ഷൻ ഓഫ് കറണ്ട് ആർമേച്ചർ കോയിലിൽ റിവേഴ്സ് ആവുന്നുണ്ട്, പക്ഷേ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് റിമെയിൻസ് ദ സെയിം. B2 to B1 ഏത് ബ്രഷിന്ന് ഏത് ബ്രഷിലാണോ എൻഡ് ചെയ്തത് അതേ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും സെക്കൻഡ് ഹാഫ് സൈക്കിൾ ഓഫ് റൊട്ടേഷനിലും നമുക്ക് കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് DC ജനറേറ്ററിൽ നമുക്ക് ഈ ഒരു ഫോമിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ. സോ AC ജനറേറ്ററും DC ജനറേറ്ററിന്റെയും ബേസിക് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫറൻസ് എവിടെയാണുള്ളത്? ആ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കമ്പോണൻസിലെ ഡിഫറൻസ് ആണ് മെയിൻ ഡിഫറൻസ്. ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് സ്ലിപ്പ് റിംഗ്സിന് പകരം നമ്മൾ സ്പ്ലിറ്റ് റിംഗ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വി ക്യാൻ പ്രൊഡ്യൂസ് ഡയറക്റ്റ് കറണ്ട്, അല്ലേ? ഡയറക്റ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സെയിം ബാക്കി എല്ലാ അറേഞ്ച്മെന്റും സെയിം ആണ്. ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചർ കോയിൽസ് ആർ ദർ, ബ്രഷസ് ആർ ദർ. ഓൺലി ഡിഫറൻസ് ഈസ് ബിറ്റ്വീൻ സ്ലിപ്പ് റിംഗ്സ് ആൻഡ് സ്പ്ലിറ്റ് റിംഗ്സ്. സോ സ്ലിപ്പ് റിംഗ്സ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സ്ലിപ്പ് റിംഗ്സ് ആർ യൂസ്ഡ് ഇൻ AC ജനറേറ്റേഴ്സ്. സ്ലിപ്പ് റിംഗ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സർക്കിൾ ഉള്ള റിംഗ് ആണ്. ആൻഡ് DC ജനറേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്പ്ലിറ്റ് റിംഗ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡയറക്ഷൻ, അതായത് യൂണി ഡയറക്ഷനും മൾട്ടി ഡയറക്ഷനും ആവാനുള്ള കാരണം സ്പ്ലിറ്റ് റിംഗ്സ് ആൻഡ് സ്ലിപ്പ് റിംഗ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ലൈക്ക് വി ഹാവ് ലേൺഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറേറ്റർ. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? AC ജനറേറ്റർ. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ജനറേറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ, റൈറ്റ്? ദെൻ നമ്മൾ ഈ രണ്ട് ജനറേറ്റേഴ്സിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് കണ്ടു. സോ ബോത്ത് ജനറേറ്റേഴ്സ് വർക്ക് ഓൺ ദ സെയിം പ്രിൻസിപ്പിൾ വിച്ച് ഈസ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ജനറേറ്റർ. എന്താണ്? അത് മാറുന്നില്ല. AC ജനറേറ്ററിനും DC ജനറേറ്ററിനും വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, അത് ഒരിക്കലും മാറുന്നില്ല. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ ദാറ്റ് ഈസ് ദി basic working principle of two generators. And then പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഡിഫറെന്റ് പാർട്സ്, ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ജനറേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. സോ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ജനറേറ്റേഴ്സ് എന്തൊക്കെയാണ്? AC ജനറേറ്റർ നമ്മൾ ഫസ്റ്റ് പറയാം. AC ജനറേറ്ററിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഫീൽഡ് മാഗ്നറ്റ്, അല്ലേ? ദെൻ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ആർമേച്ചർ കോയിൽസ്. ദെൻ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് സ്ലിപ്പ് റിംഗ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്ലിപ്പ് റിംഗ് ആൻഡ് സ്പ്ലിറ്റ് റിംഗ് തമ്മിൽ നമ്മൾക്ക് ഒരിക്കലും മാറിപ്പോരുത്. ആൻഡ് ഫോർത്ത് ഈസ് ബ്രഷസ്. ടു ബ്രഷസ് വിൽ ബി ദർ അറ്റാച്ച്ഡ് ടു ദ സ്ലിപ്പ് റിംഗ്സ്. സോ DC ജനറേറ്ററിന്റെ പാർട്സ് നമ്മൾ നോക്കിയാലോ? DC ജനറേറ്റർ
പാർട്സ് നോക്കിയാൽ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് പാർട്ട് റിമെയിൻസ് ദ സെയിം. എന്താണ്? ഫീൽഡ് മാഗ്നറ്റ് തന്നെ അല്ലേ? സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതും റിമെയിൻസ് ദ സെയിം. ആർമേച്ചർ കോയിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് പാർട്ടിലാണ് ഡിഫറൻസ് വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സ്ലിപ്പ് റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്പ്ലിറ്റ് റിംഗ്. ഓക്കെ, ആൻഡ് ഫോർത്ത് പാർട്ട് ഓൾസോ റിമെയിൻസ് ദ സെയിം, വിച്ച് ഈസ് ബ്രഷസ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ കണ്ടു, ആൻഡ് ഔട്ട്പുട്ട് ഫോമിലുള്ള ഡിഫറൻസും കണ്ടു. നമുക്കറിയാം AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഫോം എങ്ങനെയായിരിക്കും? നമുക്ക് മൾട്ടി ഡയറക്ഷനിലുള്ള കറണ്ട് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഫസ്റ്റ് ഹാഫിൽ വി ഗെറ്റ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് സെക്കൻഡ് ഹാഫിൽ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള കറണ്ട് കിട്ടും. വേറെ DC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്? വി ഗെറ്റ് യൂണി ഡയറക്ഷണൽ കറണ്ട്, റൈറ്റ്? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്. സോ ബേസിക് 2 ടൈപ്സ് ഓഫ് ജനറേറ്റർ ഉണ്ട്, AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ, ആൻഡ് അവരുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. Manorama Horizon. Learning made simple.